ആസ് ആൻ ആർക്കിടെക്ട് ഡിസൈൻ എക്സിക്യൂഷനിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്ത മലപ്പുറത്തുള്ള പെൻറ്റഗൺ ഷേപ്പിലുള്ള കുറുക്കോളി ഹൗസ്. വീട് നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരുപാട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ എത്ര വലിയൊരു വീട് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളൊരു ചെറിയ വീട് എന്നുള്ളതാണ് നമ്മളെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 2500-3000 സ്ക്വയർ ഫീറ്റൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. 1000-ൽ താഴെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മളെ എല്ലാ റിക്വയർമെൻറ്റ്സും വന്നപ്പോൾ ആർക്കിടെക്റ്റിനെ സംസാരിച്ചപ്പോൾ 4590, 4600 ഇടയിലായിട്ട് ഈ വീടുണ്ട്. ഇനീഷ്യലി 3 to 4 months ഈ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത ടൈമിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നും കോൺസെപ്റ്റ് ഡ്രൈവിംഗ് ഫാക്ടറായിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, സൈറ്റിൽ നിന്നും ഡ്രൈവിംഗ് ഫാക്ടറായിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഈ കേസിൽ ഫ്ലാറ്റ് ടെറൻ ആയിരുന്നു, പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് ലിസ്റ്റ് നോർമലായിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ബ്രീഫ് ചെയ്ത് അത് സോർട്ട് ചെയ്തിട്ടും നമുക്ക് കോൺസെപ്റ്റിലോട്ട് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. ത്രീ to 4 സെഷൻ കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് അവരുടെ ഒരു കൾച്ചർ വാച്ച് ചെയ്തു, അവരുടെ ലൈഫ് സ്റ്റൈൽ വാച്ച് ചെയ്തു. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മനസ്സിലായത് അവരുടെ ഒരു പബ്ലിക് ആക്ടിവിറ്റിയും അവരുടെ പ്രൈവറ്റ് ആക്ടിവിറ്റിയും തമ്മിലൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലയൻറ്റിന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിട്ട് 2 ബ്ലോക്കിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനീഷ്യൽ എൻട്രി വരുന്നത് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കിടക്കുന്ന ആ ഒരു വലിയ പെൻറ്റഗൺ, ഡബിൾ ഹൈറ്റ് പെൻറ്റഗൺ എന്ന് പറയുന്ന കാർപോർച്ച് ഏരിയയിൽ നിന്ന് ജസ്റ്റ് എൻട്രി ചെയ്തു. ആ എൻട്രി ചെയ്യുന്നിടത്ത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ തന്നെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ലെങ്തി സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ്. ഫസ്റ്റ് ബ്ലോക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പബ്ലിക് സ്പേസസ് ആഡ് ഓൺ ചെയ്തു. പബ്ലിക് സ്പേസസ് മീൻസ് ഫോമൽ ഏരിയാസ്, ഫോമൽ ലിവിങ്, ഫോമൽ ഡൈനിങ്, പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം, പിന്നെ അതിന് രണ്ടിനും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സെമി പബ്ലിക് ഏരിയ ആയിട്ട് പ്രെയർ റൂമിനെയും കൂടി ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഓക്യുപ്പൈ ചെയ്തു. ഫോമൽ ലിവിങ് ആൻഡ് ഫോമൽ ഡൈനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കർവ്ഡ് ഫ്ലൂട്ടഡ് സെപ്പറേഷൻ പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ലിവിങ്ങിന് ഒരു പ്രൈവസി വേണം താനും, ഡൈനിങ് സ്പേസിന് ലിവിങ്ങിനും ഒരു പ്രൈവസിക്കും കൂടി ആണ് ഇങ്ങനൊരു പാർട്ടീഷൻ കൊടുത്തത്. ട്രാൻസിഷൻ സ്പേസിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് കൊടുത്തു, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പൂളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രിപ്പിൾ ഹൈറ്റിലുള്ള സെക്കൻഡ് ബ്ലോക്ക്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 2 ബെഡ്റൂംസും പിന്നെ ഫാമിലി ഡൈനിങ്, ഫാമിലി ലിവിങ്, പിന്നെ കിച്ചൺ. ആർക്കിടെക്റ്റിനോട് നമ്മൾ ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ഇവിടെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്താണ് ഇവിടുത്തെ തീമിന് വേണ്ടിയിട്ട്. 30 feet ഹൈറ്റ് വരുന്ന സ്റ്റെയർ റൂമിൽ 25 feet ലീനിയർ വിൻഡോ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റെയറിൻ്റെ സെൻറ്ററിൽ വരുന്ന ചെറിയൊരു കോർട്ട്യാർഡിലേക്ക് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ പ്രോപ്പറായിട്ട് കിട്ടും. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഇത് സെയിം 2 bedrooms ഉണ്ട്, പിന്നൊരു ഓപ്പൺ ടെറസ്, അതിലൊരു ബെഡ്റൂമിനൊരു ബാൽക്കണി ഉണ്ട്. (2024) ഈ വീട് ഫിനിഷ് ആയത്. ഈ സ്ട്രക്ചർ നമുക്ക് മേക്ക് ചെയ്യുന്നത് ഒരു ചലഞ്ചായിരുന്നു. കാരണം നമ്മൾ സ്ട്രക്ചർ കൺസൾട്ടൻറ്റിനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം അവരുടെ സൈഡിൽ നിന്ന് ഡിഫിക്കൽട്ടീസാണ് നമുക്ക്, അവരുടെ സൈഡിൽ നിന്ന് അവർ നമ്മളെ ഒരു കംഫർട്ടബിൾ അല്ല, ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ സ്റ്റേബിൾ ആവില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് PT സ്ട്രക്ചറിലാണ്. PT സ്ട്രക്ചർ എന്ന് വെച്ചാൽ പോസ്റ്റ് ടെൻഷനിങ് ആണ്. ആ ഒരു മെത്തേഡായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു മെത്തേഡ് ഇനീഷ്യലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിലും ഫൈനൽ സ്ട്രക്ചർ ചെയ്തപ്പോൾ
അത് നമ്മൾ നോർമൽ ബീംസ്, ഡെപ്ത് കൂടുതലുള്ള ബീംസ് ആണ് ഇതിലുള്ളത്. എല്ലാം നമ്മൾ ജിപ്സം സീലിംഗ് വെച്ച് കവർ ചെയ്തതുകൊണ്ടാണ് ആ ബീംസ് ഒന്നും വിസിബിൾ ആവാത്തത്. ആ ഒരു ബീംസിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ഇതിൻ്റെ MEP സെക്ഷനിൽ ഒരു യൂസ്ഫുൾ പാർട്ടായിട്ട് നമുക്ക് അത് ഡെപ്പിക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെയിൻ വാട്ടർ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ വാട്ടർ ഗട്ടേഴ്സ് ഒന്നും വിസിബിൾ ആവാൻ പാടില്ല. സോ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഓവർ ബീംസിൻ്റെ അതേ അലൈൻമെൻറ്റിൽ റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ പാരപ്പറ്റ്സ് കൊടുത്തു. ആ പാരപ്പറ്റ് റെയിൻ വാട്ടർ ഗട്ടറായിട്ട് ആക്ട് ചെയ്തു. ആ റെയിൻ വാട്ടർ ഗട്ടേഴ്സാണ് ഓരോ പില്ലേഴ്സിലും കൺസീൽഡ് പൈപ്പ്സ് കൊടുത്ത് നമ്മൾ വെള്ളം ഡ്രെയിൻ ഔട്ട് കൊടുത്തത്. സോ ഒരു ഡ്രെയിൻ എലമെൻറ്റ് പോലും ഈ വീട്ടിൽ വിസിബിൾ അല്ല. ഫോം വൈസ് കീപ്പ് ചെയ്ത മെറ്റീരിയൽ പാലറ്റ് നമ്മൾ ഫ്ലോറിങ്ങിലും ചെയ്തിട്ടുണ്ട്. കാരണം ഫോം 2 പെൻറ്റഗണിൽ കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ പാലറ്റ് അത് തന്നെയാണ് ഫ്ലോറിങ്ങിലും നമ്മൾ കീപ്പ് ചെയ്തത്. ആ ഒരു ഗ്രേ ടോൺ തന്നെ ഫ്ലോറിങ്ങിൽ കൊണ്ടുവന്നു. പബ്ലിക് ബ്ലോക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറിങ്ങും ഒരു വുഡൻ ഹെറിംഗ് ബോൺ പാറ്റേൺ ആണ്, ഒരു ഡിസൈനർ ടൈലാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ബ്ലോക്ക് ഡിവൈഡ് ചെയ്തത് പറഞ്ഞെങ്കിലും അതിൻ്റെ ഫിനിഷസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ബാക്ക് സൈഡ് നമ്മൾ വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിൽ ഒരു എർത്തി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പബ്ലിക് പ്രൈവറ്റ് സെപ്പറേഷൻ മെറ്റീരിയൽ വൈസും അപ്ലൈ ചെയ്തു. പ്ലസ് അവിടെ ഫ്ലൂട്ടഡ് വുഡ്സ് കൊടുത്തത് ആ ഒരു പെൻറ്റഗൺ ഷേപ്പിനെ ക്ലിയർ കട്ട് ചെയ്യാനാണ്. ഇത് പ്രെയർ ഏരിയൻ്റെ ഔട്ട്സൈഡ് വോളാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ളി എക്സ്പോസ്ഡ് ബ്രിക്ക് വെച്ചിട്ടാണ്, അല്ലാതെ നമ്മൾ ലാറ്ററേറ്റ് ചെയ്തിട്ടോ ക്ലാഡിങ് ചെയ്തതൊന്നുമല്ല. ഇത് എക്സ്പോസ്ഡ് ബ്രിക്ക് വെച്ച് ഫുള്ള് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞപ്പം ലിൻഡൽ കൊടുത്തു. പെട്ടെന്ന് ഒരാൾ കണ്ടാൽ ഇത് ഫുള്ളി എക്സ്പോസ്ഡ് ബ്രിക്ക് ആയിട്ട് ചെയ്തതായിട്ട് തന്നെ തോന്നുള്ളൂ. അതിലെ സ്ട്രക്ചറൽ എലിമെന്റ് ഹൈഡ് ചെയ്ത് കിടക്കുക. ഈ ലൈറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ സ്റ്റെപ്പാണ്. അവിടുന്ന് ഒന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്നാണ്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് 2 രണ്ടെണ്ണം 3 റേഞ്ചിലാണ് കാണുന്നത്. ഇത് നമ്മളങ്ങനെ ആർക്കിടെക്ട് പ്രത്യേകം ഡിസൈൻ ചെയ്താണ്. പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഈ ഫാൻസി ലൈറ്റ് എല്ലാം ഇവിടെ ഉള്ളത്, ഫ്രണ്ടിലുള്ളത് ഈ ബാംബു ഐറ്റംസ്, അതുപോലെ ഈ ഫാൻസി ലൈറ്റുകൾ മൊത്തം പർച്ചേസ് ആണ്. നോർമൽ ലൈറ്റുകൾ ഈ ചാനലിയർ, അതുപോലെ ഈ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ, എല്ലാ ലൈറ്റുകളും നമ്മളിവിടെ ഈ നോർമൽ പർച്ചേസിംഗ് ആണ് ചെയ്തിട്ടുള്ളത്.